Good morning. Okay. കഴിഞ്ഞ ക്ലാസ് എടുത്തത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ചലഞ്ചസ്. നോക്കാം ചലഞ്ചസ് നോക്കാം. Efficient operation of hospital is one of the major concern area for the management team of any organization, as it involves multiple departments, numerous activities and interconnected process, involvement of staff to different levels, and more importantly, efficient use of scarce resources. Chapter ഒന്ന് പറഞ്ഞോടത്തെ ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ലേ? റെക്കോർഡിംഗ് ക്ലാസ് ഒന്നും നിങ്ങൾ കാണുന്നില്ലേ? റെക്കോർഡിംഗ് ക്ലാസ് കണ്ടിട്ട് അടുത്ത ക്ലാസ്സിൽ ഇരിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. PG ആണ്. ഓക്കെ, ഡിപ്ലോമ പോലെയല്ല, PG ആണ്. റെക്കോർഡിംഗ് ക്ലാസ് നിർബന്ധമായിട്ടും കണ്ടിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ ഇരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഓക്കെ. Efficient operation of hospital is the nature of the concern area are the management team of any organization. എന്താ പറയുന്നത്? ഒരു ഹോസ്പിറ്റലിൽ അല്ലെ, ഒരു ഓർഗനൈസേഷനിൽ എന്തുണ്ടാവും? ആരുണ്ടാവും? മാനേജ്മെന്റ് ടീം ഉണ്ടാവും അല്ലെ. ആ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെയുള്ള ഡേ ടു ഡേ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആരുണ്ടാവും? മാനേജ്മെന്റ് ടീം ഉണ്ടാവും അല്ലെ. ആ മാനേജ്മെന്റ് ടീമിന്റെ ഒരു മേജർ ആയിട്ടുള്ള കൺസേൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആശങ്ക. ഓക്കെ, ആശങ്കയാണ് എന്ത്? ഹോസ്പിറ്റലിലെ എഫിഷ്യന്റ് ഓപ്പറേഷൻസ്, ആ പ്രവർത്തനങ്ങള് എന്ത് ചെയ്യണം എന്നുള്ളത് നടത്തണം. എഫിഷ്യന്റ് ആയിട്ട് ആ ഹോസ്പിറ്റലിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളത് മാനേജ്മെന്റ് ടീമിന്റെ ഒരു ആശങ്കയാണ്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇനി ആ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഇറ്റ് ഇൻവോൾവ് മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അതിന്റെ ആ പ്രവർത്തനങ്ങള്. അതുപോലെ ന്യൂമറസ് ആക്ടിവിറ്റീസ്, പലതരത്തിലുള്ള ആക്ടിവിറ്റികളുണ്ട്. ഇന്റർ കണക്റ്റഡ് പ്രോസസ്സസ് അല്ലെ, എന്താണ്? പരസ്പര ബന്ധിതമായ പല പ്രോസസ്സുകളുണ്ട്. ഇൻവോൾവ്മെന്റ് ഓഫ് സ്റ്റാഫ് അറ്റ് ഡിഫറെന്റ് ലെവൽ, മറ്റു ലെവലില് പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അവിടുത്തെ സ്റ്റാഫുകളുടെ ഇൻവോൾവ്മെന്റ്. അതുപോലെ തന്നെ മോർ ഇമ്പോർട്ടന്റ്ലി എഫിഷ്യന്റ് യൂസ് ഓഫ് സ്കേഴ്സ് റിസോഴ്സസ്. എന്താണ് സ്കേഴ്സ് എന്ന് പറഞ്ഞാല്? സ്കേഴ്സ് എന്താ? സ്കേഴ്സ് എന്തായിരിക്കും? കിട്ടാത്ത അല്ലെങ്കിൽ ദൗർബല്യം അല്ലെ? ആണോ? പഠിച്ചിട്ടില്ലേ നമ്മള്? ഓർക്കുന്നുണ്ടോ? മെറ്റീരിയൽ മാനേജ്മെന്റിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ സ്കേഴ്സ് റിസോഴ്സസ്. ഓർക്കുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ എന്താണ്? ദൗർലഭ്യമായിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് കിട്ടാത്ത അല്ലെ, കിട്ടാത്ത റിസോഴ്സുകളുടെ ഉപയോഗം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? അത് കിട്ടാത്തതാണ്. അപ്പൊ നല്ല രീതിയിൽ അല്ലെ, കുറച്ചുള്ളെങ്കിലും അത് നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അങ്ങനെയുള്ള പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് ആ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എഫിഷ്യന്റ് ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഓപ്പറേഷൻസ് ഉണ്ട്, അതുപോലെ ന്യൂമറസ് ആക്ടിവിറ്റീസ് അല്ലെ, പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, പരസ്പര ബന്ധിതമായിട്ടുള്ള പ്രോസസ് ഉണ്ട്, അതുപോലെ പല ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, അതുപോലെ സ്കേഴ്സ് റിസോഴ്സസിന്റെ ഉപയോഗം. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? എഫിഷ്യന്റ് ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട്
വരുന്നത്. ഓക്കെ, അങ്ങനെയുള്ള എഫിഷ്യന്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട മാനേജ്മെന്റ് ടീം എങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ എഫിഷ്യന്റ് ഓപ്പറേഷൻ എങ്ങനെ നടത്താം എന്നുള്ളത് അവരുടെ ഒരു ആശങ്കയാണ്. ക്ലിയർ ആയോ? കൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ആയോ? ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് മനസ്സിലാക്കി എടുക്കാനായിട്ട്. അപ്പൊ അറിഞ്ഞില്ലെങ്കിൽ, മനസ്സിലായില്ല, കൺസെപ്റ്റ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചാൽ മതി കേട്ടോ. ഇനി നോക്കിയേ, ആസ് എ റിസൾട്ട് ഓഫ് സച്ച് ഡൈവേഴ്സിറ്റി the challenges are also diverse and the fluctuating intensity which requires detailing and working at various levels of the organization. ഇതിൽ പറയുന്നത് എന്താണ്? As a result of such diversity, the challenges are always also diverse and of fluctuating intensity which requires detailed and working at various levels of the organization. നമുക്കറിയാം പലതരത്തിലുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ട് അല്ലെ. സ്മോൾ ഹോസ്പിറ്റൽ ഉണ്ട്, നമ്മൾ പഠിച്ചില്ലേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്താണ്? പലതരത്തിലുള്ള പല ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ ഉണ്ട് അല്ലെ. സ്മോൾ ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ ഉണ്ട്, ഹൈ അല്ലെ, വലിയ രീതിയിൽ ലാർജ് ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ അവിടെയെല്ലാം എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്? ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ ചെറിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ വലിയ ലാർജ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒക്കെ ആണെങ്കിൽ എന്താണ്? വലിയ രീതിയിലുള്ള ഓപ്പറേഷൻ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ അപ്പം അങ്ങനെയുള്ള പലതരത്തിലും ചെറിയ ഹോസ്പിറ്റല് ചെറിയ തരത്തിലുള്ള ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്, വലിയ തരത്തിലാണെങ്കിൽ വലിയ തരത്തിലുള്ള ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് അവിടെ നടക്കുമ്പോഴും അവിടെ എന്താണ്? ആ ഹോസ്പിറ്റലുകൾക്ക് ചില ചലഞ്ചസുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ ചെറിയ രീതിയിൽ ഫംഗ്ഷനുകൾ നടക്കുന്നുണ്ട്, പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വലിയ ലാർജ് ഹോസ്പിറ്റൽ ആണെങ്കിൽ വലിയ രീതിയിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോ അങ്ങനെ പല രീതിയിലും പല പ്രവർത്തനങ്ങളും പല ഹോസ്പിറ്റലുകളിൽ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്ത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്? ചെറിയ രീതിയിലുള്ള ചലഞ്ചസുകൾ അല്ലെ, ചലഞ്ചസുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് ആ സെന്റൻസിൽ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ദീസ് ചലഞ്ചസ് have a high impact on. ഇനി ഏതിനൊക്കെയാണ് ഇത് ഇമ്പാക്ട് ചെയ്യുന്നത് അല്ലെ? എന്തൊക്കെ ചലഞ്ചസ് ആണ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ചലഞ്ചസ്? നമ്മൾ പറഞ്ഞു വലിയ ഹോസ്പിറ്റൽ ആയാലും ചെറിയ ഹോസ്പിറ്റൽ ആയാലും പലതരത്തിലുള്ള ചലഞ്ചസുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള ഈ ചലഞ്ചസുകൾ എന്തിനെയൊക്കെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കണം. എന്തിനൊക്കെയാണ്? പ്രൊഡക്ടിവിറ്റി, അവിടെ നടക്കുന്ന വർക്ക് ഫ്ലോസ് അല്ലെ, ഫ്ലോ വർക്കിന്റെ കാര്യങ്ങൾ, അവിടെയുള്ള ആ പ്രൊഡക്ടിവിറ്റിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. എംപ്ലോയി മൊറേല്, എംപ്ലോയിയുടെ എന്താണ് മനോവീര്യം അല്ലെ, കോൺഫിഡൻസ്, മോട്ടിവേഷണൽ ലെവലിനെയൊക്കെ ഇത് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഇങ്ങനെയുള്ള ചലഞ്ചസ് ഇതിനൊക്കെ ഇമ്പാക്ട് അല്ലെ, ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ചലഞ്ചസുകള് പ്രൊഡക്ടിവിറ്റി, എംപ്ലോയി മൊറേല്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ക്ലിയർ ആയോ? ആ പാരഗ്രാഫ് ഒന്ന് ചുരുക്കി പറയാം മിസ്. 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഓക്കെ, എന്താണ്? നമ്മുടെ ഹോസ്പിറ്റൽ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാനേജ്മെന്റ് ടീം ഉണ്ടാവും. ആ മാനേജ്മെന്റ് ടീമിന്റെ ഒരു ആശങ്ക, ഒരു കൺസേൺ, ആശങ്ക എന്ന് പറയുന്നത് എന്താണ്? ആ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എഫിഷ്യന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ, നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് ഓപ്പറേഷൻ നടത്താനായിട്ടുള്ള ഒരു ആശങ്കയുണ്ടെന്നാണ് പറയുന്നത്. എഫിഷ്യന്റ് ആയിട്ട് നല്ല രീതിയിൽ ആ ഹോസ്പിറ്റലിന് പ്രവർത്തനങ്ങൾ നടക്കാനായിട്ട് പല ചലഞ്ചസുകളുണ്ട്, കുറെ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആശങ്കകളാണ് ഈ മാനേജ്മെന്റ് ടീമിനുള്ളത്. ഇനി ഏതൊക്കെയാണ് ആ ആശങ്കയുമായിട്ട് ബന്ധപ്പെട്ടത്? മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ, പ്രവർത്തനങ്ങളുണ്ട്. ന്യൂമറസ് ആക്ടിവിറ്റീസ്, പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഇന്റർ കണക്റ്റഡ് പ്രോസസ്സസ്, എന്താണ്? പരസ്പര ബന്ധിതമായിട്ടുള്ള പ്രോസസ്സസ്. ഇൻവോൾവ്മെന്റ് ഓഫ് സ്റ്റാഫ് അറ്റ് ഡിഫറെന്റ് ലെവലിൽ സ്റ്റാഫ്
റിസോഴ്സുകളുടെ ഇൻവോൾവ്മെന്റ്, അതുപോലെ തന്നെ സ്പേഴ്സ് റിസോഴ്സസ് അല്ലെ, ദൗർലഭ്യം അല്ലെ, എന്താണ് എപ്പോഴും നമുക്ക് അവൈലബിൾ അല്ലാത്ത റിസോഴ്സസുകൾ ഉണ്ടാവുമല്ലോ, അതിന്റെ യൂസസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ കുറച്ച് റിസോഴ്സസുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ലക്ഷ്യമായിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, വേസ്റ്റേജ് വരാത്ത രീതിയിലൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം പലതരത്തിലുള്ള ഹോസ്പിറ്റൽ അല്ലെ, ലാർജ് ഹോസ്പിറ്റലും ഉണ്ട്, സ്മോൾ ഹോസ്പിറ്റലും ഉണ്ട്. ഈ ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ഡേ ടു ഡേ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പലതരത്തിൽ ഓരോ ദിവസവും ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് സ്മോൾ ആയിട്ടുണ്ടെങ്കിലും ലാർജ് ഹോസ്പിറ്റൽ ആയാലും പലതരത്തിലുള്ള ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ചലഞ്ചസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം. ഓക്കെ, അങ്ങനെയുള്ള ചലഞ്ചസ് എവിടെയൊക്കെയാണോ വരുന്നത് അങ്ങനെയുള്ള ചലഞ്ചസ് നമ്മൾ കണ്ടെത്തി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അത് തരണം ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഇനി ഈ ചലഞ്ചസ് ഇമ്പാക്ട് ചെയ്യുന്നത് എവിടേക്കാണ്? പ്രൊഡക്ടിവിറ്റി, ആ ഹോസ്പിറ്റലിലെ വർക്ക് ഫ്ലോയുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ എംപ്ലോയി മൊറേൽ അല്ലെ, മൊറേൽ എന്ന് പറഞ്ഞാൽ മനോവീര്യം, എംപ്ലോയീസിന്റെ മനോവീര്യം, അവരുടെ കോൺഫിഡൻസ് ലെവല്, അവരുടെ മോട്ടിവേഷൻ, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എംപ്ലോയി മൊറേൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സംതൃപ്തി, ഇതിനെയൊക്കെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഇത്ര മനസ്സിലായോ? 3 സെന്റൻസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. മിസ് പറയുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ചിലപ്പോ ഈ പാരഗ്രാഫ് ഒക്കെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും മനസ്സിലാവില്ല. വായിച്ചു നോക്കാം കേട്ടോ, മനസ്സിലിരുന്ന് വായിക്കാം. ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവില്ലേ? അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ, അതിന്റെ തീവ്രത, ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ തീവ്രത. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങളൊരു ചെറിയൊരു അവിടെ ഒരു പിക്ചർ കണ്ടോ? ആയിരുന്നോ? ക്ലിയർ ആവുന്നുണ്ടോ?
ഇവിടെ മിസ് വലുതാക്കി തരാം കേട്ടോ. ഓക്കെ, ഓപ്പറേഷണൽ ചലഞ്ചസ് ഫേസ്ഡ് ബൈ, ക്ലിയർ ഇല്ല അല്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഓപ്പറേഷണൽ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഹോസ്പിറ്റൽ. സ്ക്രീൻ ക്ലിയർ ആണോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലാത്തത് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ക്ലിയർ അല്ല, നിങ്ങളുടെ PDF ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ സ്ക്രീൻ നോക്കിയിട്ട് ഒന്ന് എഴുതി വെക്കാം. ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതണം. ഓക്കെ ഓക്കെ, അപ്പൊ ഓപ്പറേഷണൽ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഹോസ്പിറ്റൽസ്. ഏതൊക്കെ ചലഞ്ചസ് ആണ് ഫേസ് ചെയ്യുന്നത് നോക്കാം. The main operational challenges faced by hospital can be broadly categorized. 5 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. 5 തരത്തിലാണ് കാറ്റഗറി ചെയ്തിരിക്കുന്നത്. നോക്കാം. ഫിനാൻഷ്യൽ challenges and hospital productivity. ഫിനാൻഷ്യലുമായിട്ട്, സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ പ്രൊഡക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി എന്താണ്? പേഷ്യന്റ് സേഫ്റ്റി അല്ലെ, പേഷ്യന്റിന്റെ സുരക്ഷിതത്വം, സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ് ആൻഡ് എനർജി മാൻഡേറ്റ്സ് എന്ന് പറഞ്ഞാല് ഇതാണ് മാനദണ്ഡങ്ങള്, പ്രൊസീജിയർ, പോളിസീസ് ഒക്കെ ഉണ്ടാവില്ലേ, ഗൈഡ് ലൈൻസ് ഒക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി എന്താണ്? ഹോസ്പിറ്റൽ സെക്യൂരിറ്റി, ഹോസ്പിറ്റലിന്റെ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത്. ലാസ്റ്റ് വൺ ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഓപ്പറേഷണൽ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഹോസ്പിറ്റൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓപ്ഷൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതണം. ഓക്കെ, അതുപോലെ തന്നെ ക്ലിയർ ആണോ? എഴുതുന്നവരുണ്ടോ? ആരെങ്കിലും സ്ക്രീനിൽ നോക്കിയിട്ട് എഴുതുന്നവരുണ്ടോ? എഴുതി കഴിഞ്ഞാലും മിസ്സിനോട് പറയണം കേട്ടോ. എഴുതി കഴിഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞില്ലല്ലേ, സം ഓഫ് ദ ഓപ്പറേഷണൽ ഇഷ്യൂസ് that need to be addressed on the priority basis. ഇത് പറയുന്നത് ഈ താഴെ കൊടുത്തിരിക്കുന്ന പോയിന്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. ഈ പിക്ചർ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഓപ്പറേഷണൽ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഹോസ്പിറ്റൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എഴുതാൻ പറ്റണം. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് സം ഓഫ് ദ ഓപ്പറേഷണൽ ഇഷ്യൂസ്, പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഏതൊക്കെയാണ്, അതിന് ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രയോറിറ്റി? പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. പ്രയോറിറ്റി എന്ന് പറഞ്ഞാല് മുൻഗണന അല്ലെ, മുൻഗണന കൊടുത്തിട്ട് ഒന്ന് കഴിഞ്ഞാല് ഫസ്റ്റ് കൊടുക്കേണ്ട മുൻഗണന ആർക്കാണ് എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ പ്രയോറിറ്റി ആർക്ക് കൊടുക്കണം, മൂന്നാമത്തെ പ്രയോറിറ്റി എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയ ജസ്റ്റ് കുറച്ച് പോയിന്റ്സ് ഉണ്ട് നോക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ സം ഓഫ് ദി ഓപ്പറേഷണൽ ഇഷ്യൂസ് that need to be addressed on priority basis. First priority നോക്കിയേ, കൊടുത്തിരിക്കുന്നത് നോക്കിയേ, improve and optimize planning and scheduling. Okay, improve and optimize planning and scheduling. Okay, എന്താണ്? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയും ഷെഡ്യൂൾ ചെയ്യുകയും വേണം. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ചില പ്രവർത്തനങ്ങളിൽ മുൻഗണന അടിസ്ഥാനത്തില് പരിഹരിക്കേണ്ടതുണ്ട്. ഓക്കെ, ചില ഇഷ്യൂസ് വരുമ്പോൾ മുൻഗണന പ്രയോറിറ്റി ബേസിൽ നമ്മൾ പരിഹരിക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്താണ്? ഇംപ്രൂവ് ആൻഡ് ഒപ്റ്റിമൈസ് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിങ്. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയും അത് കൃത്യമായിട്ട് ഷെഡ്യൂളിങ് നടത്തുകയും വേണം. ഓക്കെ, ഇനി എന്താണ്?
maximization of bed management and usage of hospital facilities. ഓക്കെ, കൃത്യമായിട്ട് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗകര്യങ്ങൾ അല്ലെ, അത് നല്ല രീതിയിൽ യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ ബെഡ് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഹോസ്പിറ്റലിലെ രോഗികൾക്ക് അല്ലെ, ഐസിയുലൊക്കെ ബെഡ് മാനേജ്മെന്റിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ നമ്മള്? ഉണ്ടോ? ഓർക്കുന്നുണ്ടോ? അപ്പൊ കൃത്യമായിട്ടല്ലേ ബെഡുകളുടെ അവൈലബിലിറ്റി കൃത്യമായിട്ട് മാക്സിമൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. ഇനി എന്താണ് നെക്സ്റ്റ് പ്രയോറിറ്റി? അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇൻപേഷ്യന്റ് ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയർ വിത്ത് ദെയർ പോസ്റ്റ്. എന്താണ് ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞാൽ? ആരാണ് ഇൻപേഷ്യൻസ്? ഇൻപേഷ്യൻസ് ആരാണ്? അഡ്മിറ്റ് ആയ പേഷ്യൻസിനെയാണ് നമ്മൾ ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത് അല്ലെ. അവിടെ എന്താണ് അഡ്മിറ്റ് ആയി കിടക്കുന്ന കിടപ്പ് രോഗികള്, അവരെയാണ് നമ്മൾ ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള ഇൻപേഷ്യൻസിന്റെ കൃത്യമായിട്ട് രോഗനിർണയം നടത്തി അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എന്താണ് രോഗം വരാനായിട്ടുള്ള കാരണം എന്നുള്ളത് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അവർക്ക് എന്താണ് ഉതകുന്ന രീതിയിലായിരിക്കണം പോസ്റ്റ്, അതിനെ പോസ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. നമ്മളിപ്പോ ഒരു എക്സ്റേ അല്ലെങ്കിൽ ഒരു MRI അല്ലെങ്കിൽ ഒരു CT സ്കാൻ ഒക്കെ എടുക്കാനായിട്ട് പറയും അല്ലെ, ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോ പറയാറുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ MRIയും അതുപോലെ CT സ്കാൻ ഒക്കെ എടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഡയഗ്നോസ് ചെയ്യാനല്ലേ, കൃത്യമായിട്ടുള്ള രോഗനിർണയം നടത്താനായിട്ട്. അപ്പൊ എന്താണ് അതിന് കോസ്റ്റ് ഉണ്ടാവും അല്ലെ, രോഗികൾ അനുസരിച്ച് രോഗികളുടെ കൃത്യമായിട്ട് അവരെ ഡയഗ്നോസിസ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെന്റ് വളരെ നല്ല രീതിയിലുള്ള കോസ്റ്റ് വരുമ്പോ രോഗികൾക്ക് എന്താണ് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റ് വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? 3 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇംപ്രൂവ് ആൻഡ് ഒപ്റ്റിമൈസ് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിങ്. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയും ഷെഡ്യൂൾ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസ് സൗകര്യങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ബെഡ് മാനേജ്മെന്റ് മാക്സിമൈസ് ചെയ്യുകയും വേണം. ഇനി എന്താണ് ഇൻപേഷ്യൻസ്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ രോഗികളെയാണ് നമ്മൾ ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. ആ രോഗികളുടെ രോഗനിർണയം കൃത്യമായിട്ടല്ലേ, രോഗം ഡയഗ്നോസിസ് ചെയ്ത് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം. അത് ഉതകുന്ന രീതിയിൽ അല്ലെ, അവർക്ക് അനുയോജ്യമായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിലായിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്ട്രീംലൈനിങ് ആൻഡ് ഒപ്റ്റിമൈസിങ് യൂട്ടിലൈസേഷൻ ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. എന്താണ് പറയുന്നത്? സ്ട്രീംലൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് അറിയോ? സ്ട്രീംലൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രീംലൈനിങ് എന്താണ് മീനിങ്? കഴിവുറ്റതാവുക. ഓക്കെ, സ്ട്രീംലൈനിങ് എന്ന് പറഞ്ഞാല് ഇവിടെ സിംപ്ലിഫൈഡ് ആണ്. സിംപ്ലിഫൈ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആക്കുക, സിംപ്ലിഫൈ. ഓക്കെ, അപ്പോ നോക്കാം നമുക്ക്. സ്ട്രീംലൈനിങ് ആൻഡ് ഒപ്റ്റിമൈസിങ് യൂട്ടിലൈസേഷൻ ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററുകളുടെ വർക്ക് ഫ്ലോ സിംപ്ലിഫൈ ചെയ്യുക. ഓപ്പറേഷൻ തിയേറ്ററുകളിലെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്ത് ചെയ്യാം? ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, റിസോഴ്സസുകളെയൊക്കെ ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അതിന്റെ വർക്ക് ഫ്ലോ സിംപ്ലിഫൈ ആക്കുക. ക്ലിയർ ആയോ? സ്ട്രീംലൈനിങ് എന്ന് പറഞ്ഞാല് സിംപ്ലിഫൈ. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററുകളുമായിട്ട് ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കുറെ പ്രവർത്തനങ്ങൾ അല്ലെ, റിസോഴ്സസുകൾ യൂസ് ചെയ്തുകൊണ്ട്, ഒപ്റ്റിമം റിസോഴ്സസുകൾ യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ വർക്ക് ഫ്ലോ എന്താക്കണം? സിംപ്ലിഫൈ ചെയ്യണം.
ഇനി എന്താണ് സ്ട്രീംലൈനിങ് ആൻഡ് ഒപ്റ്റിമൈസിംഗ് യൂട്ടിലൈസേഷൻ ഓഫ് വാരിയസ് അസറ്റ് ഇൻക്ലൂഡിങ് ഹൈ ടച്ച് എക്യുപ്മെന്റ്സ്. അപ്പൊ ഹൈ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും അല്ലെ, ഹൈ ടച്ച് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, അതുപോലെ തന്നെ അസറ്റ് പലതരത്തിലുള്ള ഇൻവെന്ററി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെന്ററി വിവര പട്ടികകൾ അല്ലെ, അസറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പലതരത്തിലുള്ള അസറ്റുകൾ ഉണ്ട്. അത് എന്ത് ചെയ്യണം, ഒപ്റ്റിമൈസ് ചെയ്യാം അതിന്റെ യൂസേജ്. സ്റ്റോക്ക്, ഓക്കെ, വെരി ഗുഡ്. സ്റ്റോക്കുമായിട്ട് സ്റ്റോക്ക് എന്ത് ചെയ്യണം, ഒപ്റ്റിമം യൂസ് ചെയ്തുകൊണ്ട്. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോസ്പിറ്റലിലെ ഒരു റിസോഴ്സസ് ആണ് അല്ലെ, വിഭവമാണെന്ന് പറയാം. നല്ല രീതിയിൽ ആ അസറ്റ് യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ, അതിന്റെ വർക്ക് ഫ്ലോ, അസറ്റുമായിട്ട് ബന്ധപ്പെട്ട വർക്കും കാര്യങ്ങൾ, അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്യണം. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് വെയിറ്റ് ടൈം ഫോർ പേഷ്യന്റ് അറ്റ് വാരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് പ്രോസസ്സസ്. നിങ്ങൾക്ക് തന്നെ പറയാലോ, വെയിറ്റ് ടൈം ഫോർ പേഷ്യൻസ് അറ്റ് വാരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് പ്രോസസ്സസ്. എന്തായിരിക്കാം ഉദ്ദേശിക്കുന്നത്, എന്തായിരിക്കാം മീൻ ചെയ്യുന്നത്? വെയിറ്റിംഗ് ടൈം അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, IPD OPD പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യിക്കാൻ പാടില്ല, OPD നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ്, പേഷ്യൻസിനെ അധിക നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പാടില്ല അല്ലെ. ഡോക്ടറെ കാണാനായിട്ട്, കൺസൾട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ പേഷ്യൻസിനെ അധിക നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. അത് അവർക്ക് എന്താണ്, മുഷിച്ചിലുണ്ടാക്കും. അതുപോലെ പല രോഗങ്ങൾ വരാനായിട്ട് ഇങ്ങനെ കൂട്ടം കൂടിയൊക്കെ നിൽക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് രോഗങ്ങള്, ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എന്താണ്, കുറെ നേരം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം അല്ലെ. അങ്ങനെയുള്ള പ്രോസസ്സുകൾ എന്താണ്, വെയിറ്റിംഗ് ടൈം ഫോർ പേഷ്യന്റ് അറ്റ് വാരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് പ്രോസസ്സസ്. നല്ല കാര്യങ്ങൾ എന്താണ്, കുറെ അധികം നേരം പേഷ്യൻസിനെ വെയിറ്റ് ചെയ്യിപ്പിക്കും. പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും, പല ഡിപ്പാർട്ട്മെന്റിൽ പല പേഷ്യൻസും ഡോക്ടേഴ്സിനെ കാണാൻ വരും അല്ലെ. അധിക നേരം അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാത്ത രീതിയിലായിരിക്കണം അതിന്റെ പ്രോസസ്സുകൾ നടക്കേണ്ടത്, പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. ഇനി എന്താണ്, മെഡിക്കേഷൻ എറേഴ്സ് അല്ലെ, മെഡിക്കേഷനിൽ വരുന്ന തെറ്റുകൾ അല്ലെ, തെറ്റുകൾ സംഭവിക്കാം. ഇനി നെക്സ്റ്റ് എന്താണ്, ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ കോസ്റ്റ് ഫോർ ദ പേഷ്യന്റ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ റിലേഷൻ ടു എന്നാണ് പറയുന്നത് കേട്ടോ. അതിന്റെ മീനിങ് വരുന്നത് ഇൻ റിലേഷൻ ടു. എന്ന് പറഞ്ഞാല് ഇൻ റിലേഷൻ ടു, ഇൻ റിലേഷൻ ടു, ഇൻ റിലേഷൻ ടു എന്ന് നമ്മൾ കൂട്ടിച്ചേർത്ത് പറയില്ലേ, അതാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ, അവരുടെ നമ്മള് ഇപ്പോ പേഷ്യൻസുകൾ നമ്മൾ അഡ്മിറ്റ് ആയി കിടക്കും അല്ലെ. അപ്പോ അവരുടെ ഡ്യൂറേഷൻ, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പേഷ്യൻസ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ഡ്യൂറേഷൻ എന്താക്കണം, അതിന്റെ ഡ്യൂറേഷൻ ഉണ്ടാവും. പ്ലസ് എന്താണ്, അവിടെ കിടക്കുന്ന ടൈമിൽ എന്ത് വരുന്നുണ്ട്, അവർക്ക് റെന്റ് വരും അല്ലെ. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പല കോസ്റ്റുകളും വരാം, അതുപോലെ തന്നെ റൂം റെന്റുകളൊക്കെ വരാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കോസ്റ്റുകൾ കൂടാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? അവിടെ കിടക്കുന്ന ഡ്യൂറേഷൻ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് കോസ്റ്റ് കൂടാം. ഡ്യൂറേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് കുറയാം. ഓക്കെ, മനസ്സിലായോ? ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറഞ്ഞാല് കോസ്റ്റ് ഫോർ ദ പേഷ്യന്റ്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രയോറിറ്റി കൊടുക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ആണ് കേട്ടോ. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഏതിനാണ്, സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഏതിനാണ്, അങ്ങനെയാണ് ഈ പോയിന്റ്സ് വരുന്നത് കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇനി ഇംപ്രൂവ്ഡ് ആൻഡ് എഫിഷ്യന്റ് പ്രോസസ്സസ്. എന്താണ്, ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ള പല ചിലപ്പോ ഇപ്പൊ എന്താണ്, പേഷ്യന്റ് കെയർ ആവാം, അല്ലെങ്കിൽ എന്താണ് അവിടെ കൊടുക്കുന്ന സർവീസിന്റെ ബേസിലാവാം അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ഇംപ്രൂവ് ആക്കേണ്ടതുണ്ട് അല്ലെ. ഓരോ കാര്യങ്ങളും അവർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടും കെയറിന്റെ ബേസിലാവാം, പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റിയുടെ ബേസിലാവാം. അങ്ങനെ അവർക്ക് എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടതെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇംപ്രൂവ്ഡ് ആൻഡ് എഫിഷ്യന്റ് പ്രോസസ്സസ്. ഇനി എന്താണ്, വേസ്റ്റ്, ഫ്രോഡ് ആൻഡ് അബ്യൂസ് ഓഫ് റിസോഴ്സസ്. എന്താണെന്ന് എനിക്ക് തന്നെ പറയാലോ. വേസ്റ്റ്, ഫ്രോഡ് ആൻഡ് അബ്യൂസ് റിസോഴ്സസ്.
നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചിട്ടില്ലേ? മോഷണം അല്ലെ? പല മോഷണം, ലീഫ്രേജ് ഓർക്കുന്നുണ്ടോ പഠിച്ചത്? മോഷണങ്ങൾ അല്ലെ? അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഇപ്പോ മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വേസ്റ്റുകളൊന്നും. ചിലപ്പോ ഈ ഹൗസ് കീപ്പിംഗ് സർവീസിലൊക്കെ സ്റ്റാഫുകളൊക്കെ അധികമായിട്ട് ചിലപ്പോ സ്റ്റോക്കുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോഷൻസ് ഒക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്താണ് കൂടുതലുണ്ടെങ്കിൽ എന്താണ് കൂടുതലെടുത്ത് യൂസ് ചെയ്യും അല്ലെ? ലോഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയൊന്നും വേസ്റ്റ് ആക്കാനായിട്ട് പാടില്ല. അതുപോലെ ഫ്രോഡ് ചെയ്യാൻ പാടില്ല, മോഷണങ്ങൾ ഇതൊന്നും നടത്താനായിട്ട് പാടില്ല. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കാം, ഒന്നുകൂടി പറയാം. ഇംപ്രൂവ് ആൻഡ് ഒപ്റ്റിമൈസ് പ്ലാനിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ്, മാക്സിമൈസേഷൻ ഓഫ് ബെഡ് മാനേജ്മെന്റ് ആൻഡ് യൂസേജ് ഓഫ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഇൻപേഷ്യന്റ് diagnosis and procedure with their cost, streamlining and optimizing utilization of operation theater, streamlining and optimizing utilization of various assets including high-tech equipment, wait time for patient at various department and processes, medication errors, average length of stay, cost for the patient, improved and efficient processes, waste, fraud and abuse of resources. Okay, ഇതിന്റെ ഈ പോയിന്റിന്റെ ഹെഡിങ് വരുന്നത് ഇതാണ് കേട്ടോ. സം ഓഫ് ദി ഓപ്പറേഷണൽ ഇഷ്യൂസ് that need to be addressed on the priority basis. Operational issues, അത് ഏതിനൊക്കെയാണ് ഓപ്പറേഷണൽ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതിനൊക്കെയാണ്? അഞ്ചാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള അസറ്റുകൾ അല്ലെ? അസറ്റുകൾ ഉണ്ടാവും, ഇൻക്ലൂഡിങ് ഹൈടെക് എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇൻവെന്ററീസ് ഉണ്ടാവും. അതൊക്കെ പ്രോപ്പർ ആയിട്ട് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ചെയ്യണം. ഓക്കെ, സിംപ്ലിഫൈ ആയിട്ട് അതിന്റെ യൂട്ടിലൈസേഷൻ ഒപ്റ്റിമം ആയിട്ട് യൂട്ടിലൈസേഷൻ യൂസ് ചെയ്യാം. അസറ്റുകൾ പലതരത്തിലുള്ള അസറ്റുകളുണ്ട്, അത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ചെയ്യാം. അതിന്റെ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഒന്നും കൂടി സിംപ്ലിഫൈ ആക്കാം. സ്ട്രീംലൈനിങ് മീൻസ് സിംപ്ലിഫൈ. വായിച്ചു നോക്കാം.
ക്ലിയർ ആണോ? ഓക്കെ, ഇനി ബെനഫിറ്റ് നോക്കാം ട്ടോ. The benefits of a successful healthcare operations. There are a number of benefits to successful healthcare operations management, including നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഹെൽത്ത് കെയർ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽത്ത് കെയറിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബെനിഫിറ്റ്സുകൾ. ഫസ്റ്റ് വൺ ആണ് ബെറ്റർ ക്ലയന്റ് എക്സ്പീരിയൻസ്. ഇവിടെ ക്ലയന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ക്ലയന്റ് ആരാണ്? പേഷ്യൻസ് ആണ് അല്ലെ. അപ്പൊ അവന് ആ പേഷ്യന്റിന് കിട്ടുന്ന അനുഭവം എങ്ങനെയാണ്? ഓക്കെ, അതാണ് ഫസ്റ്റ് ബെനിഫിറ്റ്. ക്ലയന്റിന്റെ അനുഭവം നല്ല രീതിയിൽ ബെറ്റർ ആണെങ്കിൽ അതെന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, ഗുണമുണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാണ് നോക്കാം. Customers are more informed and have higher expectations for healthcare service than ever. ഓരോ കസ്റ്റമേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഹെൽത്ത് കെയർ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ അവര് എന്താണ് പേഷ്യൻസ് വരുന്നത് എങ്ങനെയാണ്? ഹയർ എക്സ്പെക്ടേഷൻസുമായിട്ടാണ് അല്ലെ, നല്ല രീതിയിലുള്ള പ്രതീക്ഷകളുമായിട്ടാണ് ഓരോ ഓർഗനൈസേഷനിലേക്കും വരുന്നത്. ഇനി എന്താ പറയുന്നത്? Offering excellent customer service is the vital for any business, but it's especially important in healthcare. ഓരോ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും ഓരോ ഹോസ്പിറ്റൽസും കസ്റ്റമേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ, കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നല്ല രീതിയിലാണ് അല്ലെ. ഇപ്പൊ അറിയാം, നമുക്കിപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ പണ്ട് കാലങ്ങളിൽ ആളുകളൊന്നും പോകില്ലായിരുന്നു ഇല്ലേ, വൃത്തിയും എടുപ്പൊന്നുമില്ല, നമുക്ക് കാണുമ്പോ തന്നെ പോവാനായിട്ട് തോന്നാറില്ല അല്ലെ. എല്ലാവരും മിക്കവരും എന്താണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് പോവാറ്. പക്ഷെ ഈ കാലഘട്ടത്തിൽ അല്ലെ പിന്നീട് അത് മാറി എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നല്ല ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നുണ്ട് അല്ലെ. നല്ല ഒരു ഹൗസ് കീപ്പിംഗ് സർവീസസ് ആണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ പല നല്ല ഡോക്ടേഴ്സ് വരാറുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു? ഡോക്ടേഴ്സ് ഒക്കെ ചിലപ്പോൾ ഒരു ഡോക്ടർ ആയിരിക്കും, ചിലപ്പോൾ 100 രോഗികൾ ഉണ്ടാവും അല്ലെ, ഇല്ലേ? അങ്ങനെയായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ. പക്ഷെ ഇപ്പോ എങ്ങനെയാണ്? സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും അല്ലെ, ഇല്ലേ? അങ്ങനെ പലതരത്തിലുള്ള സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ പല സർവീസുകളും അവിടെ കൊടുക്കുന്ന സർവീസുകളായാലും നല്ല രീതിയിലാണ്. അതുപോലെ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ഇപ്പോ വന്നു. നല്ല രീതിയിലുള്ള സർവീസ്, ബെറ്റർ കസ്റ്റമർ സർവീസ് ആണ് ഓരോ ഹോസ്പിറ്റലും പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസ് ഓഫർ ചെയ്യുന്നത്? എന്തായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം? ബിസിനസ് ആ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിലൂടെ എന്തുണ്ടാക്കാൻ പറ്റും? നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? പല ബിസിനസ് സ്ഥാപനങ്ങളും അല്ലെ, ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പ്രോഫിറ്റ് ആണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിനും എന്താണ് ഇപ്പോ കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ഒരു ഇന്നർ ആയിട്ടുള്ള ഒരു ലക്ഷ്യം അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പിൽ ഉണ്ടാവും പ്രോഫിറ്റ് ആണ് മെയിൻ അല്ലെ. പല ഹോസ്പിറ്റലുകളിലും ഇല്ലേ ഇപ്പോഴെന്താണ് ഓരോ ഹോസ്പിറ്റലും ബിസിനസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ഓരോ ബിസിനസ് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ എസ്പെഷ്യലി ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ആയാലും കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല രീതിയിലുള്ള എക്സലന്റ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് ആണ്. ഇനി എന്താണ്? Where every interaction can have significant consequences. അതുപോലെ എന്താണ് ഇവിടെ പറയുന്നത്? നല്ല രീതിയിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണെങ്കിൽ അല്ലെ കസ്റ്റമേഴ്സുമായിട്ട് അവിടെ വരുന്ന പേഷ്യൻസുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും ഇല്ലേ. നല്ല രീതിയിലുള്ള ബിഹേവിയർ, നല്ല രീതിയിലുള്ള സർവീസസ് ആണ് ഓരോ ഹോസ്പിറ്റലും കൊടുക്കുന്നതെങ്കിൽ അവർക്ക് എന്താണ്? നല്ല രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കും ആ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്നത്. ഇനി അങ്ങനെയല്ല, അതർവൈസ് ആണെങ്കിലോ നല്ല ബിഹേവിയർ അല്ല അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സർവീസ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ എന്താണ്? എന്ത് റിസൾട്ട് കിട്ടും? ബാഡ് ഇമേജ് അല്ലെ, അല്ലെങ്കിൽ ബാഡ് റിസൾട്ട് ആയിരിക്കും ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ഉണ്ടാകുന്നത്.
Okay. Operational excellence here, giving employees the proper tool to confident and successful in customer interactions, so they are well prepared to deliver high quality care. എന്താണ് ഇങ്ങനെ എംപ്ലോയീസിന് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് കോൺഫിഡന്റ് ആയിട്ടും സക്സസ് ആയിട്ടും കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നല്ല രീതിയിലുള്ളൊരു ടൂള് പ്രൊവൈഡ് ചെയ്യണം. ടൂൾ എന്ന് പറഞ്ഞാല് എന്താണ്, അവർക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കാം. മനസ്സിലായോ? ബെറ്റർ കസ്റ്റമർ സർവീസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊരു കോൺഫിഡൻസ് കിട്ടാനും അതുപോലെ തന്നെ അവർക്ക് സക്സസ് ഉണ്ടാവാനും വേണ്ടിയിട്ട് നല്ല രീതിയിൽ എന്ത് കൊടുക്കണം, ട്രെയിനിങ്, പ്രോപ്പർ ആയിട്ടുള്ള ടൂൾസ്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്, ട്രെയിനിങ്ങുകള് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ പാരഗ്രാഫ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഞാൻ ജസ്റ്റ് ഒന്ന് താഴത്തെ പാരഗ്രാഫും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം കേട്ടോ. അത് ഓക്കെ. ബൈ enabling healthcare workers with easy to use solution for communication, data tracking and appointment scheduling, you will be able to provide your clients with a consistent high quality experience. അപ്പൊ എന്താ പറയുന്നത്, നല്ല രീതിയിൽ ഇങ്ങനെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് നല്ല രീതിയിലുള്ള ട്രെയിനിങ് ഒക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ, മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ആശയവിനിമയം നടത്താനായിട്ട് പറ്റും, ഡാറ്റ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാം അല്ലെ. കമ്പ്യൂട്ടർ നോളജ് ഉള്ള ആളാണെങ്കിൽ അതിൽ പല ട്രെയിനിങ്ങുകളും പല പ്രാക്ടീസുകളും കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഡാറ്റ ട്രാക്ക് ചെയ്യാം, അതുപോലെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് നടത്താം അല്ലെ. അങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നതിലൂടെ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും, ഡാറ്റ ട്രാക്കിംഗ് ചെയ്യാൻ പറ്റും, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ചെയ്യാൻ പറ്റും അല്ലെ. ഇങ്ങനെയുള്ള പല ബെറ്റർ എക്സലന്റ് സർവീസ് കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്താണ്, യു വിൽ ഏബിൾ ടു പ്രൊവൈഡ് യുവർ ക്ലയന്റ് വിത്ത് എ കൺസിസ്റ്റന്റ്, സ്ഥിരമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നിലനിർത്താൻ പറ്റും അല്ലെ. ക്ലയന്റിനെ ഇല്ലേ, അവിടേക്ക് നല്ലൊരു സർവീസ് കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ, സ്ഥിരമായിട്ട് വരുന്ന ക്ലയന്റ് ആണെങ്കിൽ സ്ഥിരമായിട്ട് അവിടെ നിലനിർത്താനായിട്ട് പറ്റും അല്ലെ. അതുപോലെ തന്നെ എന്താണ്, ഹൈ ക്വാളിറ്റി എക്സ്പീരിയൻസ് ഉണ്ടാവാനായിട്ട്, അവരുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, ഒരു അനുഭവം പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. It make it easier to develop the long-term relationship that help you serve more clients and grow the business. എന്താണ്, ഇങ്ങനെയുള്ള നല്ലൊരു ഡെവലപ്മെന്റിലൂടെ നല്ലൊരു ലോങ് റിലേഷൻഷിപ്പ് ക്ലയന്റും അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായിട്ടൊരു ലോങ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടും അതുവഴി നമ്മുടെ ഹോസ്പിറ്റലില് എന്താണ്, ഇമേജുകൾ ഉണ്ടാവും, പ്രോഫിറ്റ് അല്ലെ, പ്രോഫിറ്റ് ഉണ്ടാവാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ബെറ്റർ ക്ലയന്റ് എക്സ്പീരിയൻസ് പറയുന്നത്. ഓക്കെ, നമുക്ക് ചിലപ്പോ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി എടുക്കാം കേട്ടോ. എന്താണ് പറഞ്ഞത്, അപ്പം എന്താ പറഞ്ഞത്, ബെറ്റർ ക്ലയന്റ് എക്സ്പീരിയൻസിൽ നമ്മളിപ്പോ ഒരു ക്ലയന്റിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹെൽത്ത് കെയറിൽ ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോ അവന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അല്ലെ, ഒരു ഹയർ എക്സ്പെക്ടേഷൻ ആയിരിക്കും അല്ലെ. ആ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ടൊക്കെ വരുമ്പോ എന്താണ്, പ്രതീക്ഷകൾ നല്ല രീതിയിലുള്ള ഹയർ ആയിരിക്കും അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഹോസ്പിറ്റലുകളും ഈ ക്ലയൻസിന് അല്ലെങ്കിൽ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞാല് ബെറ്റർ എക്സലന്റ് കസ്റ്റമർ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇന്ററാക്ഷൻ ക്യാൻ ബി സിഗ്നിഫിക്കന്റ് കോൺസിക്വൻസസ്. എന്താണ്, ഇന്ററാക്ഷൻസ് നല്ലതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെറ്റർ റിസൾട്ട് കിട്ടുന്നുണ്ട്, അതിൽ ബാഡ് ഇന്ററാക്ഷൻസ് ആണെങ്കിൽ ബാഡ് റിസൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷണൽ എക്സലൻസ് റിക്വയർസ് giving employees the proper tools to be confident and successful in customer interaction, so they are well prepared to deliver high quality care. എന്താണ് പറയുന്നത്, നല്ല രീതിയിലുള്ളൊരു എന്താണ്, ഒരു പ്രോപ്പർ ട്രെയിനിങ് അവിടുത്തെ എംപ്ലോയീസിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് ലെവൽ കൂടും, അതുപോലെ അവരുടെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സക്സസ്ഫുൾ ആകും അല്ലെ. ഇല്ലേ, കോൺഫിഡൻസ് ലെവൽ കൂടുമ്പോൾ തന്നെ അവിടെ എന്താണ്, സക്സസ് ഉണ്ടാകും. അപ്പൊ നല്ല രീതിയിലുള്ളൊരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ എന്താണ്, ഇന്ററാക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും, നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ആയിട്ടുള്ള കെയർ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും.
ഇങ്ങനെയുള്ള പ്രോപ്പർ ടൂളുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ട്രെയിനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് പറയുന്നത്, ഇനി അങ്ങനെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഇങ്ങനെയുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ എന്തൊക്കെ റിസൾട്ട് കൊടുക്കാൻ പറ്റും? ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അല്ലെ, നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടത്താൻ പറ്റും രോഗികളോടും അതർ സ്റ്റാഫുകളോടും. അതുപോലെ തന്നെ ഡാറ്റ ട്രാക്കിംഗ്, പിന്നെന്താ പറയുന്നത്, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് അല്ലെ, നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ക്ലയൻസിനെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? നിലനിർത്താനായിട്ട്, സ്ഥിരമായിട്ട് അവിടെ നിലനിർത്താൻ പറ്റും. അതുപോലെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു അനുഭവം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെയുള്ള അപ്പൊ ബെറ്റർ ഇങ്ങനെയുള്ള ടൂളുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് എന്താണ് ക്ലയന്റും അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് ലോങ് ടേം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകാം. അതുവഴി എന്താണ് ഗ്രോത്ത് ബിസിനസ് എന്താവും? ഗ്രോ ആയിട്ട് മാറും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ആണ് ഇംപ്രൂവ്ഡ് bottom line and competitive efficiency. More efficient operations means less wasted time and money, which translates to better profit margins. Building and maintaining a profitable healthcare organization requires running operations as smoothly as possible while keeping employees and customers satisfied. With strong operations management, you can find opportunity to improve the many different places. Okay. അപ്പൊ ഇവിടെ പറയുന്നത് ചുരുക്കി പറയാം എന്താണ് ഇംപ്രൂവ് ബോട്ടം ലൈൻ ആൻഡ് കോമ്പറ്റീറ്റീവ് എഡ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ബെനിഫിറ്റിൽ പറയുന്നത് എന്താണ്? ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് നല്ല രീതിയിൽ എക്സലന്റ് ആയിട്ട് നടക്കാനും, ഓക്കെ, ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള് നല്ല രീതിയിൽ എക്സലന്റ് ആയിട്ട് നടക്കാനും പേഷ്യൻസിന് ഹൈ ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാനുമായിട്ട് ഓർഗനൈസേഷൻ അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി അല്ലെ, സ്റ്റെബിലിറ്റി ഉയർത്തണം. മനസ്സിലായോ എന്താ പറഞ്ഞത്? എന്ത് വേണം ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷന് പ്രോഫിറ്റ് വേണമെന്ന്, ഓക്കെ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ട് ആ ഓർഗനൈസേഷൻ സ്റ്റേബിൾ ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? അവിടുത്തെ പ്രവർത്തനങ്ങൾ എക്സലന്റ് ആയിട്ട് നടക്കുന്നതുമായിട്ടും അതുപോലെ തന്നെ അവിടെ വരുന്ന രോഗികൾക്ക് ബെറ്റർ കെയർ കൊടുക്കാനായിട്ടും അവരുടെ കയ്യിൽ എന്ത് വേണം? ഫിനാൻഷ്യലി അവർ സ്റ്റേബിൾ ആയിരിക്കണം. ക്ലിയർ ആയോ? ഓക്കെ, അതുപോലെ തന്നെ പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രാറ്റജീസും ആവിഷ്കരിക്കണം, നല്ല തന്ത്രങ്ങളും ആവിഷ്കരിക്കണം. ഇത്രയും ഉള്ളൂ ആ പാരഗ്രാഫിൽ പറയുന്നത്. ക്ലിയർ ആയോ? മിസ് പറയുമ്പോൾ എഴുതി വെക്കാം കേട്ടോ. എന്താ പറഞ്ഞത്? ഇംപ്രൂവ്ഡ് ബോട്ടം ലൈൻ ആൻഡ് കോമ്പറ്റീറ്റീവ് എഡ്ജ് എന്ന് പറഞ്ഞാല്, കോമ്പറ്റീറ്റീവ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം അല്ലെ. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അവരുടെ ക്വാളിറ്റി അല്ലെങ്കിൽ എന്താണ് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ഹോസ്പിറ്റലില് നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ കയ്യില് എന്ത് വേണം? ഫിനാൻസ് വേണം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി അവർ സ്റ്റേബിൾ ആയിരിക്കും ആ ഓർഗനൈസേഷൻ.
അതുപോലെ തന്നെ പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളും ആവിഷ്കരിക്കണം. ഓക്കെ, അതാണ് ഇംപ്രൂവ്ഡ് ബോട്ടം ലൈൻ ആൻഡ് കോമ്പറ്റീറ്റീവ് എഡ്ജ്. ക്ലിയർ ആയില്ലേ ഇത്രയും കാര്യങ്ങള്? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും വരെ പറഞ്ഞതില്? ഇത്രയും വരെ വായിച്ചു മനസ്സിലാക്കിയിട്ട് വരാം നെക്സ്റ്റ് ക്ലാസ്സിൽ കേട്ടോ. ഓക്കെ, താങ്ക് യു.